ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് വ്ളോഗ്. എത്രത്തോളം പ്രൊഡക്റ്റീവ് ആ ഡേ ഒക്കെ ആയെന്നൊന്നും എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ മാക്സിമം പ്രൊഡക്റ്റ് വരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് പറയാം. പിന്നെ ഈ വ്ളോഗ് ഞാൻ എടുക്കുന്നത് നമ്മുടെ വെക്കേഷനിലെ ലാസ്റ്റ് സൺഡേ ആയിരുന്നു. അതായത് ജൂൺ 1 ഞാൻ ഈ വീഡിയോ എടുത്തത്. പക്ഷേ പോസ്റ്റ് ആകുന്നത് ഇപ്പോൾ സ്കൂൾ തുറന്ന് ഒരാഴ്ച കഴിഞ്ഞല്ലോ. അപ്പോഴാണ് പോസ്റ്റ് ആക്കാൻ സമയം കിട്ടിയത്. എന്തായാലും ഒരു 6:45 കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റിട്ട് പിന്നെ ജനലൊക്കെ തുറന്നിട്ട്. കാരണം സൂര്യൻ ചേട്ടനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് കാണുന്നത്. കാരണം ഭയങ്കര മഴയായിരുന്നു ആ ഒരു ലാസ്റ്റ് ആഴ്ചയൊക്കെ. പക്ഷേ എന്തോ ഞാൻ പ്രൊഡക്റ്റീവ് ഡേ എടുക്കുന്ന ദിവസം മഴയേ പെയ്തില്ല. എന്തായാലും രാവിലെ എണീറ്റു, ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി. പിന്നെ നമ്മുടെ മോർണിംഗ് പരിപാടികളായിട്ടുള്ള ബ്രഷ് ചെയ്യൽ, ഫേസ് വാഷിട്ട് മുഖം കഴുകില്ല, അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം പിന്നെ നേരെ ബുക്കൊക്കെ എടുക്കുന്ന കണ്ടാൽ തന്നെ അറിയാം നമ്മളൊരു ടു ഡു ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏതാണ് ടു ഡു ലിസ്റ്റ് എന്നൊക്കെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെങ്കിൽ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ദിവസം ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതുക അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതുക. അതാണ് ടു ഡു ലിസ്റ്റ്. അപ്പം ഞാൻ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല, 2-3 കാര്യങ്ങളൊക്കെ എഴുതിയുള്ളൂ. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ കുടിച്ചു, ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്ത പേജ് ഫിൽ ആയിട്ട് മാത്രമല്ല എൻ്റെ ഒരു ജേർണലൊക്കെ ആയിട്ട് കൂട്ടാം എന്ന് തോന്നുന്നു കണ്ടിട്ട്. ടു ഡു ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന് കരുതി. അപ്പം ചായ റെഡി. അങ്ങനെ പിന്നെ ചായയും കുടിച്ചുകൊണ്ട് മുറ്റത്തൊക്കെ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ല നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്തായാലും നല്ല രസമായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ബാൽക്കണിയിൽ പോയിട്ട് വരാമെന്ന് കരുതി. അന്ന് വെയിലായിരുന്നു, പക്ഷെ അതിൻ്റെ തലേ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ ആകാശം കണ്ട നല്ലൊരു ഒരു സണ്ണി ഡേ പോലെയൊക്കെ തോന്നില്ല. ആകാശമൊക്കെ നല്ല രസമായിരുന്നു, നല്ല ഇതായിരുന്നു. എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ടൊരു മനമൊക്കെ കുളിർന്നു പോയി. അങ്ങനെ പിന്നെ ചെടികളെയൊക്കെ കണ്ട് ചുമ്മാ അവിടേക്ക് ഒന്ന് നടന്നു നിന്ന്. പിന്നെ മഴ പെയ്തുകൊണ്ട് പായലൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരുപാട് നേരം നിന്നില്ല, ഇങ്ങ് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി കുറച്ച് നമ്മുടെ നാളെ സ്കൂൾ തുറക്കില്ല, അപ്പോൾ കുറച്ച് ന്യൂ ഗോൾസ് ഒക്കെ എഴുതി വെക്കാമെന്ന് കരുതി. പ്രൊഡക്റ്റീവ് ഡേ ആയാൽ പിന്നെ കുക്കിംഗ് വേണം. ഒരു വിൻറ്റേജ് ചിക്കൻ കറിയാണ് ഇപ്പോൾ ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. വിൻറ്റേജ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു പഴയ കാലത്ത്, അതായത് കറണ്ട് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ജസ്റ്റ് വിൻറ്റേജ് ലുക്കിന് വേണ്ടി മെഴുകുതിരി കത്തിച്ച് വെച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് ചോറ്, ചിക്കൻ കറി, പിന്നെ ചക്ക ഉണ്ടായിരുന്നു, പിന്നെ സലാഡ്, തോരൻ, പപ്പടം, പപ്പടം ഇല്ലായിരുന്നു, അതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. പിന്നെ ടി വി കണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാറ്, അതായത് ഈ അവധി ദിവസങ്ങളിലൊക്കെ. അങ്ങനെ പിന്നെ ടി വി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അടുത്ത പരിപാടി സിനിമ കാണലായിരുന്നു. ഇംഗ്ലീഷ് മൂവിയൊന്നും അല്ല, ഏത് സിനിമയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല, നമ്മുടെ തുടരും മൂവിയാണ്. ഈ സിനിമയിൽ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടത് എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? യെസ്, ഞാൻ തിയേറ്ററിൽ ഇത് പോയി കണ്ടതാണ്. എന്നാലും ചുമ്മാ ഒന്ന് കണ്ടേക്കാന്ന് കരുതി. പിന്നെ വൈകുന്നേരം കുളിച്ചൊക്കെ ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റീവ് ഡേ ആകുമ്പോൾ പിന്നെ പഠിക്കണമല്ലോ, നമ്മൾ ഇതുവരെ അത്ര പ്രൊഡക്റ്റിവിറ്റി ഒന്നും വന്നില്ലല്ലോ. എന്തായാലും വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കൊരു മാത്സ് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് പഠിച്ചു. പിന്നെ നാളെ സ്കൂൾ തുറക്കുന്ന പ്രമാണിച്ചിട്ട് ബാഗൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഇതെൻ്റെ പുതിയ ബാഗാണ്. അപ്പം സ്കൂളിലത്തേക്ക് വർക്കൊന്നുമില്ല, പക്ഷേ ട്യൂഷനുണ്ട് രാവിലെ, അതുകൊണ്ട് ഞാൻ ട്യൂഷനിലുള്ള ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ എൻ്റെ പുതിയ പൗച്ചിലോട്ട് നമ്മുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അതിൽ മൊത്തത്തിലൊരു എസ്തെറ്റിക്സ് ആണ് എൻ്റെ പൗച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിൽ എല്ലാ കാര്യത്തിലും സെറ്റാക്കി. ഞാൻ രാത്രി എടുത്തതാണ് കേട്ടോ, എൻ്റെ തലേ ദിവസം ഞാൻ ബാഗൊക്കെ സെറ്റാക്കുന്ന സമയത്ത് എടുത്തതാണ്. അങ്ങനെ ബാഗൊക്കെ സെറ്റായി കഴിഞ്ഞ് ഇനി നമ്മൾ രാവിലെ ഒരു ടു ഡു ലിസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയോ എന്ന് നോക്കലാണ്. ഞാനാകെ 3 കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. 3 കാര്യങ്ങൾ: ഒന്നാമത്തത് പഠിക്കാനുള്ള പോർഷൻസ് പഠിക്കുക, പിന്നെ റൂം ക്ലീൻ ചെയ്യുക, അതായത് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വൃത്തികേടാക്കാതെ വെക്കുക, പിന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നും കൂടി ഞാൻ ചുമ്മാ എഴുതി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റീവ് ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയാം. പിന്നെ 10 ഔട്ട് ഓഫ് 10 നിങ്ങൾ എത്ര റേറ്റ് ചെയ്യുമെന്നും കൂടി പറയാം. അപ്പോൾ ഓക്കെ, ബൈ.